കർത്തൃനാമം മഹിമപ്പെടുമാറാകട്ടെ. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയായി വരുവാൻ ദൈവം നൽകിയ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് അനേകർക്കും സംശയമുണ്ട്. കടന്നു പോകില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, കടന്നു പോകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാവരുടെയും സംശയ നിവാരണത്തിനും ഉറപ്പിനുമായിട്ട് ചില ക്ലാസ്സുകൾ ഈ വിഷയത്തിൽ എടുക്കാമെന്ന് കർത്താവിൽ ആശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച അതേ വാക്യം തന്നെ ഒന്നുകൂടെ ഒന്ന് വായിക്കട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ കർത്താവ് ഉപയോഗിക്കുന്ന ടെൻസ് അല്ലെങ്കിൽ അതിൻ്റെ കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് ഇവിടെ നാം കാണുന്നത്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ഓൺ ദിസ് റോക്ക്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ ഒരിക്കലും കർത്താവ് പറഞ്ഞില്ല ഐ ആം ബിൽഡിംഗ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പണിയുകയാണ് എന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. അതായത് വ്യക്തമായിട്ട് ഫ്യൂച്ചർ ടെൻസിലാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്, ഭാവി കാലത്തിലാണ്. ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം, പഴയ നിയമകാലത്തും സഭയുണ്ട് എന്ന് വാദിക്കുന്ന പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പഴയ നിയമകാലത്ത് എന്ന് പറഞ്ഞാൽ ആദാം തുടങ്ങി പഴയ നിയമ വിശുദ്ധന്മാര് എല്ലാവരും സഭാംഗങ്ങളാണ് എന്ന് അവർ പഠിപ്പിക്കുന്നു. കാരണം അങ്ങനെ പഠിപ്പിച്ചാലേ സഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകും എന്ന് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പഴയ നിയമകാലത്ത് സഭയുണ്ടോ? സഭയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പത്രോസിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും. അപ്പൊ പഴയ നിയമകാലത്ത് സഭയില്ല. ആരൊക്കെ ഇതിനെതിരായിട്ട് പറഞ്ഞാലും ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു, ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, പഴയ നിയമകാലത്ത് സഭയില്ല. ഇനി വേറൊരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. സങ്കീർത്തനങ്ങളിൽ മരുഭൂമിയിലെ സഭ എന്നൊരു വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ മരുഭൂമിയിലെ സഭ എന്ന് അവിടെ പറയുന്നത് ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം പുതിയ നിയമസഭയുടെ അംഗങ്ങളാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭ എന്നും പഴയ നിയമ ഇസ്രായേൽ എന്നും പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് രണ്ടും രണ്ടായതുകൊണ്ടല്ലേ രണ്ടായിട്ട് പറയാൻ കാരണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആദാം മുതൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും പുതിയ നിയമസഭയുടെ അംഗമാണെന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശത്തിന് കത്തിവെക്കുകയാണ്. അടിസ്ഥാന ഉപദേശത്തിന് കത്തിവെക്കുകയാണ്. പുതിയ നിയമസഭ അത് പുതിയ നിയമസഭ തന്നെയാണ്, അത് പഴയ നിയമത്തിൽ ഇല്ലാത്തതാണ്. തന്നെയല്ല, ഞാനൊരു വാക്കൂടെ ചേർത്ത് പറയട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് ഏത് സംഭവത്തെ ഉദ്ദേശിച്ചാണ്? അതറിയുമ്പോഴാണ് പഴയ നിയമത്തിൽ സഭയില്ല എന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറയട്ടെ, പുതിയ നിയമസഭ കർത്താവ് പണിയുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ 3 സംഭവങ്ങൾ അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവിടെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതുപോലെ സഭ സംസ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ ശിഷ്യന്മാർ ആദ്യമായിട്ട് ഒരുമിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ 3 സംഭവങ്ങൾ പെന്തക്കോസ്ത് നാളിൽ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊരു ഞായറാഴ്ച ആയിരുന്നു എന്നുള്ളതും നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം. ഞായറാഴ്ച 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയാണ്.
2 പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത് ഞായറാഴ്ചയാണ്. 3 സഭ രൂപം എടുത്തത് ഞായറാഴ്ച. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഒരു ഞായറാഴ്ച, എ സർട്ടൻ സൺഡേ, സഭ രൂപീകരിക്കപ്പെടുവാനായിട്ടിടയായി. നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിന്റെ 47-ാം വാക്യം ഒന്ന് നോക്കാം. 47-ാമത്തെ വാക്യം. അവിടെ നാം എന്താ വായിക്കുന്നത്? അതിന്റെ അവസാന ഭാഗത്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നാം കാണും. അപ്പോൾ ആരാ സഭാംഗങ്ങൾ? മാമോദീസയേറ്റവരാണോ? ആദ്യ കുർബാന സ്വീകരിച്ചവരാണോ? മുടങ്ങാതെ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവരാണോ? വേദപുസ്തകം മുടങ്ങാതെ വായിക്കുന്നവരാണോ? പ്രാർത്ഥനയിൽ വളരെ സമയം ചെലവഴിക്കുന്നവരാണോ? ഇവരാരുമല്ല. പിന്നെ ആരാ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ. അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഷുഡ് ബി സേവ്ഡ് എന്നാണ് നാം ഇംഗ്ലീഷിൽ കാണുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ മാത്രം, രക്ഷിക്കപ്പെടുന്നവരെ മാത്രമാണ് കർത്താവ് സഭയോട് ചേർന്നത്. ഈ പകലിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളെ വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാൽ എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. നോക്കുക, രക്ഷിക്കപ്പെടാനായിട്ട് 2 കാര്യങ്ങളാണ് അവിടെ നാം കാണുന്നത്. ഒന്ന്, യേശു എൻ്റെ കർത്താവാണെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. 2, യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ 2 കാര്യം നടക്കാനായിട്ട് ഒറ്റ മിനിറ്റ് പോലും ആവശ്യമില്ല. ഈ ലോകത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഏറ്റവും ലളിതമായ ഒരു കർമ്മമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പാപവഴികളെ ഉപേക്ഷിച്ച്, കർത്താവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി, ഞാനത് കേട്ടു, ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ പാപം എന്നോട് ക്ഷമിച്ച് എന്നെ അവിടുത്തെ മകനായി സ്വീകരിക്കണം, എന്നെ അവിടുത്തെ മകളായി സ്വീകരിക്കണം, എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായി ഞാൻ നിന്നെ സ്വീകരിക്കും. ആത്മാർത്ഥ ഹൃദയത്തോടെ യേശു കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുന്നത്. ആ സഭ അത് ഞാൻ പറഞ്ഞല്ലോ, അത് പെന്തക്കോസ്ത് നാളിലാണ് ആരംഭിച്ചത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഐ വിൽ ബിൽഡ്. ചിലർ പറയാറുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിതുകൊണ്ടേയിരിക്കും എന്ന് ആണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് പണി തുടങ്ങി, ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലുമില്ല. ഗ്രീക്കിൽ അങ്ങനെ പറയുന്നില്ല. മൂലഭാഷയായ ഗ്രീക്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്നാണ്. അത് ആ ആശയമാണ് ഗ്രീക്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അപഥസഞ്ചാരം നടത്തുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ശരിയായ ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.